തിരക്കുള്ള ബസ്സിലെ കമ്പിയിൽ തൂങ്ങിപ്പിടിച്ച് നിൽക്കുന്ന യാത്രക്കാരൻ പെട്ടെന്ന് തിരിഞ്ഞ് തൊട്ട് പിന്നിൽ നിൽക്കുന്ന വ്യക്തിയുടെ മുഖത്ത് ഉറക്കെ ഒരടി വെച്ച് കൊടുത്തു. ശബ്ദം കേട്ട് മറ്റു യാത്രക്കാരെല്ലാം അടിച്ച വ്യക്തിക്ക് നേരെ പാഞ്ഞെടുത്തു. എല്ലാവരും ശകാരവർഷത്തിനിടയിൽ അടിച്ചതിൻ്റെ കാരണം അയാൾ ഇപ്രകാരം പറയുന്നുണ്ടായിരുന്നു: എൻ്റെ കാലിൽ വലിയൊരു മുറിവുണ്ട്. അതിന് മുകളിൽ ഷൂ ധരിച്ച് ഇയാൾ അമർത്തി ചവിട്ടി നിൽക്കുകയായിരുന്നു. കാലെടുക്കാൻ ശ്രമിക്കുന്തോറും ചവിട്ടിൻ്റെ ശക്തി കൂടി വരികയായിരുന്നു. വേദന കൊണ്ട് പുളഞ്ഞ ഞാൻ നിവൃത്തിയില്ലാതെ അടിച്ചതാണ്. പക്ഷേ ആര് കേൾക്കാൻ? ചവിട്ടിയത് ആരും കണ്ടില്ല. അടിച്ചത് എല്ലാവരും കാണുകയും ചെയ്തു. കാലിൻ്റെ വേദനയും അതിലുപരി യാത്രക്കാരുടെ ആക്രോശങ്ങളും സഹിക്കുക തന്നെ. ഫലസ്തീൻ ജനത ഏറെക്കാലമായി സഹിക്കുന്നത് ഇതാണ്. ഇപ്പോൾ വിശേഷിച്ചും ഇസ്രയേലിൻ്റെ ബൂട്ട് ഫലസ്തീൻ്റെ നെഞ്ചിൽ അമരാൻ തുടങ്ങിയിട്ട് കാലമേറെ പിന്നിട്ടു. നിലവിളിക്കാൻ പോലുമാവാത്ത വിധം അത് അമർന്നപ്പോഴുള്ള പിടച്ചിലാണ് ഇപ്പോൾ ഫലസ്തീനിൽ നിന്ന് കേൾക്കുന്നത്.